അമ്മേനെ കൊണ്ട് കഴിഞ്ഞ ദിവസം നിർബന്ധിച്ച് ലീവ് എടുപ്പിച്ചതാണ് കേട്ടോ. രാവിലെ 10:30-ക്കാണ് ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും ചിക്കൻ കറി എടുപ്പത്താക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ പിള്ളേർ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കത്തേയില്ല, അമ്മയുണ്ടല്ലോ, ഇന്ന് അവരെൻ്റെ പിള്ളേരല്ല. സഞ്ജുമാൻ പിന്നെ എപ്പോഴത്തെയും പോലെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സഞ്ജുവിൻ്റെ പുറത്തുള്ള അക്വേറിയം കാണണം നിങ്ങൾ, അടിപൊളിയാണ്. അവൻ അതുപോലെ കയറിയും എല്ലാവരും പറയും, പ്രത്യേകിച്ച് എൻ്റെ നാത്തൂന് ഈ മാക്സി വീട്ടിൽ വന്ന് ഇടരുന്ന് പറഞ്ഞിട്ടാണ് പുതിയത് എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അതും ഞാനിടില്ല, വീണ്ടും ഇതിൽ തന്നെ ലോക്കായി എടുക്കാം കേട്ടോ. അമ്മ എനിക്ക് ശർക്കരയുടെയാണ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് രാവിലെ. എനിക്ക് ഭയങ്കര ഇഷ്ടം ശർക്കരയുടെ. അങ്ങനെ അത് കഴിച്ചു. അപ്പോഴത്തേനും നാത്തൂനാർ എനിക്ക് ഇത് കാപ്പി കൊണ്ടുതരാണ്, പാൽ കാപ്പി. ഈ വെക്കേഷൻ ഞാൻ വിട്ടു പോകാണ്ടിരുന്ന ഒരു കാര്യം പാറുവിൻ്റെ മുടി ശ്രദ്ധിക്കലാണ് കേട്ടോ. ഒന്നരാടെ ഞാൻ വെളിച്ചെണ്ണ പരറ്റുമായിരുന്നു. ഇപ്പോൾ ആശാത്തി വലിയ കുട്ടിയായല്ലോ, അപ്പോൾ എനിക്ക് മസാജൊക്കെ ചെയ്ത് തരാനും പേനൊക്കെ നോക്കി തരാനും പാകത്തിന് വലിയ ആളായവള്. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ചെടികൾ കാണിച്ചു തരില്ലേ. കാരണം ഞാനത് കുഞ്ഞു മക്കളായിരുന്നപ്പോൾ മേടിച്ചതാ. അവരെത്രമാത്രം വലുതായിരുന്നല്ലേ. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് ഇത്രയും ഗ്രോ അപ്പ് ആകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ നമ്മുടെ കാശുമോനും പാർക്കുട്ടിക്കും മാത്രം 2 കാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വർക്കാണ്. ഇവൻ എപ്പോഴും ഇങ്ങനെ. എനിക്കും ഒരു നല്ല പെട കിട്ടിയിട്ടാണ് ഇരിക്കണത്. ഞാൻ പിന്നെ അമ്മയ്ക്ക് കിച്ചണിക്ക് വേണ്ടി 2 മാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്ലോർ മാറ്റ്. അമ്മയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമായി. പച്ചൻ പറയാം, നിനക്ക് അത്ര ഇഷ്ടമായി, നീ സാരി ആയിട്ട് അങ്ങോട്ട് ഇട്. കാരണം അയ്യോ എന്ത് ഭംഗിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കിച്ചണിലുള്ള ചവിട്ടി ഞാനങ്ങോട്ട് മാറ്റിയിട്ട് ഇത് ഇട്ട് കൊടുത്തേ. അപ്പോൾ നല്ല കംഫർട്ടബിളാണ്, നല്ലോണം നല്ല വൃത്തിക്ക് കിടക്കും. അതായത് വൃത്തിയാണ് മെയിൻ കാണാനായിട്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്തു, കിച്ചണിൽ അത് 2 സൈഡിലും സെറ്റൊക്കെ ചെയ്തേ. എപ്പോഴത്തെയും പോലെ തന്നെ അമ്മ വന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് വേറെ സൈഡിൽ കൊണ്ടിട്ട്. ഇതെന്തിനാ ഇങ്ങനെ കൂടിക്കിടക്കണേ, ഇതിങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെയും ചവിട്ടിയായില്ലേ. എന്താ നിങ്ങളെല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണോ? ഞാൻ പറയാം, അത് കിടക്കേണ്ട രീതിയിൽ കിടന്നാലല്ലേ അമ്മ ഭംഗി ഉണ്ടാവുള്ളൂ. അതൊന്നും അമ്മ സമ്മതിച്ചിരില്ല കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ക്രാഫ്റ്റേരിയ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എൻ്റെ 3 മക്കൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ടിഫിൻ ബോക്സിൽ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3 പേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിന്ന് വൈകുന്നേരം പോകണം. അവർക്ക് തന്നെ 3 ബാഗ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ചേച്ചിയുടെ 3 മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി വേഗം തന്നെ റെഡി ആവട്ടെ. അപ്പോൾ അതിന് എൻ്റെ കെട്ടിയവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ അമ്മമാർ നിങ്ങൾക്കുണ്ടോ?